ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്ന് ഞായറാഴ്ച നമ്മൾ കൈത്താക്കാലത്തിലൂടെ നീങ്ങുമ്പോൾ ഇന്നത്തെ വായന തന്നെ വീട് അടിച്ചുവാരി പക്ഷേ ഇരട്ടി ദുരാത്മാക്കൾ വീണ്ടും വന്നു കയറുകയാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന ഭവനം അടിച്ചു വാരി വൃത്തിയാക്കിയെങ്കിലും അത് ശൂന്യമായി കിടക്കാൻ പാടില്ല. അടിച്ചു വാരി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ തിന്മകളെല്ലാം നമ്മൾ കുമ്പസാരം എന്ന കുദാശയിലൂടെ കഴുകി കളഞ്ഞുവെങ്കിലും ആ ശൂന്യമായ അടിച്ചുവാരി വൃത്തിയാക്കിയ ഹൃദയത്തിലെ ജീവിതത്തിലെ പുണ്യങ്ങൾ നിറയ്ക്കണം. പുണ്യങ്ങൾ ഏതൊക്കെ തിന്മകളാണ് ഞാൻ വീണ്ടും വീണ്ടും അടിക്കടി വീണു പോകുന്നത്, ആ തിന്മകൾക്ക് പകരമായുള്ള പുണ്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പം വിമർശിക്കുക, എന്ത് കണ്ടാലും വിമർശിക്കുക, കുറ്റം പറയുക, കുറ്റം പറയുന്നവരോട് ചേർന്ന് പറയുക, ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അവരിൽ നന്മ പറയുക, അവരോട് നന്മ പറയുക. അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് ആർത്തിയാണെങ്കിൽ ഭക്ഷണം എന്തൊക്കെ നമ്മൾക്ക് ആർത്തി തരുന്ന, സുഖം തരുന്ന, ഭക്ഷണ സുഖ രുചി തരുന്ന അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. പകരം അവിടെ ഒരു പുണ്യം നിറയ്ക്കുന്നു. ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് നിറയ്ക്കുന്നു? ആ ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമാവുക. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നീ ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ഇങ്ങനെയുള്ള വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കോപത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നമ്മൾ കുമ്പസാരിക്കുന്നു, വീണ്ടും ഒരു ദിവസം കഴിയുമ്പോഴേക്കും അതേ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും വീണു പോകുന്നു. റീൽസ് കാണുന്ന, എപ്പോഴും റീൽസ്, അതിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റഡ് ആയിട്ട്, നമുക്കറിയാം അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ ചെന്നാൽ അവിടെ മദ്യപാനം ഇല്ല, ഒരാഴ്ച മദ്യം ഇല്ല, അതുപോലെ അവർക്ക് മയക്കുമരുന്നില്ല, മൊബൈലില്ല, എല്ലാം കൊണ്ടും അവർ വയലൻ്റ് ആവുകയാണ്. അവരും വയലൻ്റ് ആകുന്നു, പിശാച് അല്ലെങ്കിൽ ദുഷ്ടാരൂപിയും വയലൻ്റ് ആകുന്നു. നമ്മിലെ പരിശുദ്ധാത്മാവ് പോകുമ്പോഴാണ് ദുഷ്ടാരൂപി വന്ന് ദുരാത്മാവ് വന്ന് നിറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും, ഈ ദുരാത്മാക്കളും ഇതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവരും വയലൻ്റ് ആവുന്നു. ഈ വ്യക്തി ആദ്യകാലങ്ങളിൽ വയലൻ്റ് ആകുകയാണ്. അപ്പോൾ അവരെ ചില ശീലങ്ങൾ ആദ്യം പഠിപ്പിക്കുകയാണ്. മദ്യത്തിന് പകരമൊക്കെ ഒരു ശീലങ്ങളാണ് ആദ്യം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പുണ്യങ്ങൾ കൊണ്ട് ശൂന്യമായ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതത്തെ, നമ്മൾ അടിച്ചു വാരിയ ഹൃദയത്തെ, വൃത്തിയാക്കിയ ഹൃദയത്തെ നമ്മൾ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം. തിന്മകളുടെ നിർമ്മാർജ്ജനവും പുണ്യങ്ങളുടെ അഭ്യസനവും വഴിയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ.